വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ കളിതമാശകൾ ആരംഭിക്കുകയാണ്. കേരളത്തിന് വർഷാവർഷം കാണാൻ കിട്ടുന്ന ഏറ്റവും വലിയ തമാശ ഫിലിമോത്സവമാണല്ലോ. അതിനുവേണ്ടി ഇക്കുറിയും തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ ഡെലിഗേറ്റ്സുകൾ. അത് ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ എണ്ണം കൂടുകയാണ്. അതിൻ്റെ തോതനുസരിച്ച് ഈ വർഷവും ഉണ്ടായതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നവംബർ 5 നവംബർ 5 മുതൽ 25 വരെയായിരുന്നു. നവംബർ 5 നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിച്ച് 3 ദിവസങ്ങൾക്കകം തന്നെ ഇത് ക്ലോസ് ചെയ്യേണ്ടി വന്നു, ഡെലിഗേറ്റ്സിൻ്റെ എണ്ണം അത്രമാത്രമായിട്ട്. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട കമൽ സർ മന്ത്രിക്ക് ഡെലിഗേറ്റ് പാസ് നൽകുന്ന ചടങ്ങുകളാണ്. അതിനായി ബഹുമാനപ്പെട്ട എല്ലാവർക്കും ഡെലിഗേറ്റ് പാസുകൾ നൽകുന്ന ചടങ്ങാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ കമൽ സർ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ AK ബാലന് മീഡിയ കിറ്റും ഡെലിഗേറ്റ് പാസും നൽകുകയാണ്. അതോടൊപ്പം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും തന്നെ ഡെലിഗേറ്റ് പാസും മീഡിയ കിറ്റും ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പതിമൂന്ന് തിയേറ്ററുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. താങ്ങാൻ പറ്റാവുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് 9,000. എന്നാൽ അതിനപ്പുറം 12,000-ഓളം പേർക്ക് പാസ് വിതരണം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെറിയ രൂപത്തിലുള്ള അസ്വസ്ഥത സദയം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. 9,000 പേർക്ക് സീറ്റ് ഒരുക്കിയ ശേഷം 12,000 പേർക്ക് പാസ് കൊടുക്കുമ്പോഴുണ്ടാവുന്ന തമാശയുണ്ടല്ലോ, അതുതന്നെയായിരിക്കും ഈ മേളയുടെ ഏറ്റവും വലിയ ഹരം. മറ്റൊരു പ്രത്യേകത നിങ്ങളെല്ലാവരും നേരത്തെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടെ നമ്മൾ ഈ മേളയുടെ ഭാഗമാക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ മുഖ്യധാരയിൽ നിന്ന് പുറത്തു നിൽക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു അവസ്ഥ. അത് മാറിയിട്ട് ഇത്തവണ അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്കും നമ്മൾ ഈ ഡെലിഗേറ്റ് പാസുകൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ മേളയുടെ ഭാഗമാകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരുടെ പ്രതിനിധിയായിട്ടുള്ള ശീതളിന് മഞ്ജു വാര്യരാണ് ആദ്യത്തെ പാസ് നൽകുന്നത്. മലയാളികളുടെ പ്രിയങ്കരിയായ അഭിനേത്രി ശ്രീമതി മഞ്ജു വാര്യർ ഡെലിഗേറ്റ് പാസ് നൽകുന്നത് ഭിന്നലിംഗക്കാരുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയ ആക്ടിവിസ്റ്റ് കൂടിയായ ശീതൾ ശ്യാമനാണ്. മഞ്ജു വാര്യരെ ബഹുമാന പുരസ്സരം ഈ ചടങ്ങിനായി ക്ഷണിച്ചു. മഞ്ജു വാര്യരുടെ കയ്യിൽ നിന്ന് ഈ ഒരു പാസ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല എൻ്റെ ധാരാളം സുഹൃത്തുക്കൾക്ക് ഇത്തരം ഈ ഒരു അക്കൗണ്ടിൽ, കാരണം ഇത് ഓൺലൈൻ രജിസ്ട്രേഷനാണ്, പലർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ല, എങ്ങനെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് അറിയത്തില്ല. എന്നിട്ട് പോലും പലരും ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് പോലും സ്വീകാര്യത കൊടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഞാൻ പോലും വേറൊരാളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തത്. ഓൺലൈൻ ഏർപ്പാടുകൾ, ഈ പറഞ്ഞ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ ബാങ്കിങ് എന്നിവ അറിയാത്തത് കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കാൻ പോവുകയാണ്. ആദ്യം ഒരു ഇടവേളയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഓൺലൈൻ ഏർപ്പാടുകൾ പഠിക്കാം. അപ്പോൾ ആ പ്രശ്നം, ശീതൾ ഉന്നയിച്ച ആ അടിസ്ഥാന പ്രശ്നം, ഓൺലൈൻ അറിയാത്ത പ്രശ്നം,
അത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഡിജിറ്റൽ വിപ്ലവം ആരംഭിച്ചു. കേരളത്തിൽ, ഇന്ത്യയിൽ 33 ലോകത്ത് 33 രാജ്യങ്ങൾ ഇന്ന് കറൻസി രഹിത സാമ്പത്തിക മേഖലയിലേക്ക് കുതിച്ചു കയറുകയാണ്. കേരളത്തിൽ ആദ്യമായി ATM വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ കൊടി പിടിച്ചവർ, കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ തട്ടിപ്പൊട്ടിച്ചവർ, അങ്ങനെയുള്ള കരിങ്കാലികളുടെ നാടല്ല കേരളം. അങ്ങനെയുള്ള കരിങ്കാലികൾ ആരാണ് എന്നല്ലേ ചിലപ്പോൾ തോന്നും ഈ കോൺഗ്രസുകാരാണ് കരിങ്കാലികൾ എന്ന്. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ക്യാഷ്ലെസ് സൊസൈറ്റിയെ പറ്റിയാണ്. 90% ജനങ്ങളും ക്യാഷ് കൊണ്ട് മാത്രം ഇടപാടുകൾ നടത്തുന്ന ഒരു രാജ്യത്ത് ഒരു പ്രഖ്യാപനം കൊണ്ട് ക്യാഷ്ലെസ് സൊസൈറ്റി രൂപീകരിക്കാൻ കഴിയുമെന്ന് എങ്ങനെയാണ് പ്രധാനമന്ത്രി ആലോചിക്കുന്നത്? ഈ പൊട്ടൻ ചോദ്യം കേട്ടപ്പോൾ പൊളിമിക്സിനും തോന്നിയത് ചെന്നിത്തലയും കോൺഗ്രസുകാരുമാണ് കരിങ്കാലികൾ എന്നാണ്. എന്നാൽ കുമ്മനത്തെ രാജേട്ടൻ പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. എല്ലാം നമ്മുടെ നാട്ടിൽ വേണ്ട വേണ്ട, ഇതൊന്നും നടപ്പില്ല എന്ന് പറയുന്ന തനി അറുപഴഞ്ചൻ പഴമയുടെ പഴകിദ്രവിച്ച മാമൂലികളുമായിട്ട് ഈ ഭരണം നടത്തുന്ന LDF സർക്കാരിന് എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയുക? പഴകി ദ്രവിച്ച മാമൂലുകളുമായി നടക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല അല്ലേ? ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോൾ ഏറ്റവും അധികം ശക്തമായി എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനുശേഷം കൊയ്ത്ത് യന്ത്രങ്ങൾ വന്നു, ട്രാക്ടർ വന്നു, കൃഷിരംഗത്ത് വലിയ വിപ്ലവമുണ്ടായി. പക്ഷേ അപ്പോഴും പറഞ്ഞു ഇതൊന്നും ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു ഈ സാമ്പത്തിക പരിഷ്കരണം ഒന്നും കേരളത്തിൽ നടപ്പില്ല, ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിഷേധാത്മകമായ, നിഷിദ്ധമായ, മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ നിലപാട് വാസ്തവത്തിൽ കേരളത്തെ പിന്നോട്ടേക്കടിക്കും. നമുക്കിനി മുന്നോട്ടേക്കാണ് പോകേണ്ടത്. നമുക്കിനി മുന്നോട്ടാണ് പോകാനുള്ളത് എന്ന് രാജേട്ടൻ പറയുന്നത് ആരോടാണ് എന്നറിയാമോ? ഒരു ശാസ്ത്രജ്ഞനോടാണ്, ഒരു പേരുകേട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനോട്. അടുത്ത കാലത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് മോഡിയുടെ ഈ വക സ്വപ്ന പദ്ധതികളൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കില്ല. ഡിജിറ്റൽ ക്യാഷ് എന്നൊക്കെ പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. ഇവിടെ കറൻസി രഹിത സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ ഇതൊക്കെ അപ്രായോഗികമാണ് എന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ആ പ്രഖ്യാപനത്തെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. വെല്ലുവിളി ഏറ്റെടുത്ത് വീട്ടിൽ പോവുകയല്ല കേട്ടോ, അവർ ഈ തെരുവിൽ തന്നെ ഉണ്ടാകും. ഭാരതീയ ജനതാ പാർട്ടി ഇതാ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പുരോഗമനാത്മകമായ നടപടികളും ജനക്ഷേമ പദ്ധതികളും വിജയിപ്പിക്കാൻ നാട്ടിലെ ജനങ്ങളുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് അവരെ കൈക്ക് പിടിച്ചുയർത്തിക്കൊണ്ട് അവരുടെ അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും തൊഴിലിനും വേണ്ടി ഇതാ ഭാരതീയ ജനതാ പാർട്ടി രംഗത്തിറങ്ങുകയാണ്. ഒരു ക്യാഷ്ലെസ് സൊസൈറ്റി, ഒരു കറൻസി രഹിത സമൂഹം, ഡിജിറ്റൽ ക്യാഷ് സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റിയെടുക്കണം. ആ വിപ്ലവം ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ എല്ലാവരും 2 കൈകളും ഉയർത്തി അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഒരു ഉത്തമ കർഷകനായിട്ടുള്ള ദിവാകരൻ ചേട്ടനാണ് ഈ ഡിജിറ്റൽ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിൽ ശ്രീ കുമ്മനം രാജേട്ടനോടൊപ്പം പങ്കാളിയാകുന്നത്. ഈ ഡിജിറ്റൽ വിപ്ലവം
ഇവിടം കൊണ്ട് തീരും എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഒരു വലിയ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. എല്ലാ പ്രവർത്തകരും ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും. സ്കൂളുകൾ, കോളേജുകൾ, വ്യവസായശാലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ, അവിടെയെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് അവബോധം പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് ബോധനം നൽകി അവരെ സാക്ഷരരാക്കി ഈ കാര്യത്തിൽ അവരെ എല്ലാം പങ്കാളികളാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ യജ്ഞമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ് എന്നല്ലേ? നരേന്ദ്രമോദി ഗവൺമെന്റ് ആഗ്രഹിക്കും വിധം തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പാർട്ടിയുടെ 35 കൗൺസിലർമാരും ആ വാർഡുകളിൽ ഡിജിറ്റൽ ബാങ്കിങ്ങിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുകയും ഡിജിറ്റൽ ബാങ്കിംഗ് പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു ദൗത്യം. അതുപോലെ തന്നെ പാർട്ടി ഭരിക്കുന്ന 4 പഞ്ചായത്തുകൾ ഡിജിറ്റൽ ഗ്രാമങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം. നേമം നിയോജക മണ്ഡലം BJPയുടെ അസംബ്ലി മണ്ഡലം എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ ആ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യവും BJPയുടെ മുന്നിലുണ്ട്. അമിത് ഷാജിയും നരേന്ദ്രമോദിയും അന്ന് പറന്നു നടന്നു പറഞ്ഞതല്ലേ 140 മണ്ഡലങ്ങളിലെയും BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ. അന്നത് കേട്ടിരുന്നെങ്കിൽ നാട് മൊത്തം ഡിജിറ്റൽ ആകുമായിരുന്നില്ലേ? ഇപ്പോൾ കേരളം ഗുജറാത്ത് ആകുമായിരുന്നില്ലേ? ഗുജറാത്തിലൊക്കെ അതുപോലുള്ള പഞ്ചായത്തുകളുണ്ട്. അവിടെ യാതൊരു വിഭ്രാന്തിയുമില്ല, അവിടെ ഒരു ക്യൂവുമില്ല. അവിടുത്തെ ജനങ്ങൾ എത്ര സന്തോഷത്തോടുകൂടി കഴിയുന്നു. നമുക്ക് നമ്മുടെ അധ്യധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണം, ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധനവിനിയോഗം നടത്താൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? സാധിക്കാത്തതിന്റെ കാരണം പഴമയുടെ പഴഞ്ചൻ ആ മാമൂലുകളും അറുപഴഞ്ചൻ ജീർണിച്ച കാലഹരണപ്പെട്ടുപോയ സാമൂഹ്യ വ്യവസ്ഥിതി, ചീഞ്ഞു നാറിയ സാമൂഹ്യ വ്യവസ്ഥിതി, അതിന്റെ വക്താക്കളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് ശരിയാണ്, 100% ശരിയാണ്. അല്ലെങ്കിൽ ശബരിമലയിലേക്ക് നോക്കൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ അറുപഴഞ്ചൻ സമ്പ്രദായങ്ങളെല്ലാം മാറ്റിയില്ലേ? സോപാനത്തിൽ ഒരു ഷോപ്പിംഗ് കാണിക്ക സ്ഥാപിക്കാൻ പോവുകയാണ്. സേപ്പിംഗ്. അപ്പോൾ ഒരാൾക്ക് കാണിക്ക ഇടണമെങ്കിൽ അവൻ സേപ്പ് ചെയ്യാം. സേപ്പ് ചെയ്തുകൊണ്ട് ആ റെസീറ്റ് കാണിക്ക വഞ്ചി എന്ന് വെച്ചാൽ ഈ കോമൺ കാണിക്ക വഞ്ചല്ല, അതിനു വേണ്ടി ഒരു ചെറിയ വഞ്ചി വെക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത്ര ജനക്ഷേമകരമായ ജനപ്രിയമായ വലിയൊരു സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്ന സങ്കല്പമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഡിജിറ്റൽ ഇന്ത്യ പ്രാവർത്തികമാകണം. അതിൻ്റെ ഭാഗമായി കേരളവും ഡിജിറ്റൽ കേരളമാകണം, ഒരു ഡിജിറ്റൽ സംസ്ഥാനമായി മാറണം. ഇവിടെ അങ്ങനെ മാറുന്നതിന് വേണ്ടി ഈ കേരളത്തിൻ്റെ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അവരെ നടപ്പിലാക്കാൻ യാതൊരു വിധത്തിലുള്ള ശ്രമവും നടക്കുന്നില്ല. BJP പണ്ടേ ഡിജിറ്റലാണല്ലോ. മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുന്ന പാർട്ടി. CPM എന്നെങ്കിലും അങ്ങനെയാകും എന്ന് കരുതി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലാത്തതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു തിരിച്ചു വന്നാൽ ഈ കഷ്ടകാലത്ത് കോൺഗ്രസുകാർ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദി കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ പറ്റിയാണ്. ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അവരവരുടെ ഈ മൊബൈൽ ഫോണിൽ ഈ ഒരു മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത് ഇൻസ്റ്റോൾ ചെയ്ത് നിങ്ങളും നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കുക, സുസ്ഥിരമാക്കുക, യാതൊരു കുഴപ്പവും കൂടാതെ മുന്നോട്ടേക്ക് പോവുക. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച കാര്യമാണ്. അക്ഷന്തവ്യമായ തെറ്റാണ് പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് ചെയ്തിട്ടുള്ളത്. യാതൊരു ഹോംവർക്കും ചെയ്യാതെ തിടുക്കത്തിലെടുത്ത ഈ തീരുമാനം മൂലം ബുദ്ധിമുട്ടുന്നത് കള്ളപ്പണക്കാരോ കള്ളനോട്ടടിക്കുന്നവരോ അല്ല. കഷ്ടത്തിലായിപ്പോയത് പരമ്പരാഗതമായി മദ്യക്കച്ചവടം നടത്തുന്നവരാണ്. ബാങ്കിൽ ഉള്ള കാശ് പോലും പിൻവലിക്കാൻ പറ്റാതായപ്പോൾ മക്കളെ കെട്ടിക്കാൻ എത്ര ബുദ്ധിമുട്ടിയെന്നോ അവർ.
നോട്ടിന് വേണ്ടി ജനം നെട്ടോട്ടോടില്ലേ? നോട്ടിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു രാജ്യം ലോകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ലോക ചരിത്രത്തിൽ ഗിന്നസ് ബുക്കിൽ പോകേണ്ട ഒരു സംഭവമായി. അപ്പോൾ ഇതിൻ്റെ ഈ നോട്ട് പിൻവലിക്കലിൻ്റെ ഇര എന്ന് പറയുന്നത് പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്, നിശ്ചിത വരുമാനക്കാരാണ്. നമ്മൾ ചില ഔചിത്യ മര്യാദകളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് വിവാഹം സ്വകാര്യ സംഗതിയാണ്, വിവാഹ നിശ്ചയം സ്വകാര്യ കാര്യമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ സ്വകാര്യ കാര്യമാണെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും ചില രീതി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം തെറ്റായൊരു സന്ദേശമായിരിക്കും അത് നൽകുന്നത്. പാർട്ടി നോക്കിക്കാണുന്നത് ഇപ്പോൾ വിവാഹങ്ങളെ സംബന്ധിച്ച് ആ തരത്തിലുള്ള വിവാഹ കർമ്മങ്ങളിൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. ഇപ്പൊ അരിമുടി കൂരിന്മേൽ കൊരു എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ പട്ടിണിയാണ്, വലിയ കഷ്ടത്തിലാണ്. ബന്ധുമിത്രാദികളെ, വിവാഹ മംഗള ചടങ്ങ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഭക്ഷണമാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് വധുവരന്മാരെ അനുഗ്രഹിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് വിനയ പരസ്പരം അഭ്യർത്ഥിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി റേഷനിങ് കേരളത്തിലൊട്ടാകെ മുടങ്ങിയത് ഇപ്പോഴാണ്. ഇപ്പൊ നോട്ടും ഇല്ല, അരിയും ഇല്ല. എല്ലാവരും ഭക്ഷണം കഴിച്ച് കുട്ടികളെ അനുഗ്രഹിച്ചിട്ട് പോകാവുള്ളൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. അടുത്ത കാലത്ത് എങ്ങും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലുമാണ് ഞങ്ങൾക്കുള്ളത്. ആ തരത്തിലുള്ള വിവാഹ കർമ്മങ്ങളിൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം.
ആൾക്കാർക്ക് ഇവിടെ യാതൊരു പ്രോബ്ലവും ഇല്ല. ഇവിടെ പ്രോബ്ലം മുഴുവൻ നന്നേ പാവപ്പെട്ടവർ. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണമില്ലാതായ കാലം, ബാങ്കിൽ കാശുണ്ടെങ്കിലും 2.5 ലക്ഷത്തിൽ കൂടുതൽ പിൻവലിക്കാൻ പറ്റാതായ കാലം. ഇങ്ങനെയൊരു കാലത്ത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ഒരു അബ്ഗാരി കോൺട്രാക്ടറുടെ മകളെ കെട്ടുമ്പോൾ ഇത്രയൊക്കെയല്ലേ സാധിക്കൂ? നമ്മൾ പറഞ്ഞല്ലേ, ഞങ്ങൾ ആർഭാട വിവാഹത്തിനെതിരാണെന്ന് ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും വിവാഹം നടത്തുന്നത് നമുക്ക് അത് ഇത് ആർഭാട വിവാഹങ്ങൾ നാഗ്പൂർ നടന്നാലും ബെല്ലാറിയിൽ നടന്നാലും തിരുവനന്തപുരത്ത് നടന്നാലും എവിടെ നടന്നാലും ആര് നടത്തിയാലും തെറ്റാണ്, തെറ്റ് തന്നെയാണ്, സംശയം. ആ കല്യാണത്തിൻ്റെ ബിരിയാണി തിന്നാൻ KPCC പ്രസിഡന്റ് പോവില്ല എന്നുറപ്പുള്ളതിനാൽ UDF യോഗത്തിനെത്തുന്നവർക്കായി രമേശ് ചെന്നിത്തല സ്വന്തം ചെലവിൽ ഐസ്ക്രീം ഏർപ്പാടാക്കിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഐസ്ക്രീം എന്ന് കേൾക്കുന്നതേ അലർജിയാണ് എന്ന അന്ധവിശ്വാസം തകരുന്നത് കണ്ട സന്തോഷത്തോടെ ഇന്നത്തെ കളിതമാശ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.